സാമൂഹിക വ്യവഹാരങ്ങൾക്കിടയിൽ പലതരം വിരുദ്ധതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. സമൂഹ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, അങ്ങനെ പലതും. എങ്കിൽ ഈ കൂട്ടത്തിൽ ചേർക്കാവുന്ന ഒന്നാണ് മാധ്യമ വിരുദ്ധത. ഏറ്റവും അവസാനം അതിലേക്ക് സംഭാവന ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. മാധ്യമപ്രവർത്തകർ വിളിച്ചിടത്തേ പോകാവൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേശം. വിളിക്കാതെ ചെന്നിടത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പിണറായി വിജയന്റെ ന്യായീകരണം. എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. 8 വർഷം മുൻപ് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഒരു സമാധാന ചർച്ച റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരോടാണ് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അതൊരിക്കലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന സ്വകാര്യമായ ചടങ്ങിലേക്ക് ഗേറ്റ് തള്ളിത്തുറന്ന് ചെന്നതായിരുന്നില്ല. 2017 ജൂലൈ മാസത്തിലായിരുന്നു സംഭവം. സംസ്ഥാനത്ത് CPM RSS പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ചോര ചിന്തുകയും ചെയ്ത കാലം. ഇരുവിഭാഗവും കൊലവിളി തുടരുമ്പോൾ സമാധാനം വേണമെന്ന് ജനങ്ങൾ മുറവിളിച്ച കാലം. അന്നാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയും RSS നേതാക്കളും ഒരുമിച്ചിരുന്നത്. അത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു മാധ്യമങ്ങൾ. അതിന് ആരും കുറി കൊടുത്തുവിടേണ്ട കാര്യമില്ല. ആള് വന്ന് ക്ഷണിക്കുകയോ ഓല അയക്കുകയോ വേണ്ട. എന്ത് പറഞ്ഞതാണെന്ന് കടക്ക് പുറത്ത് മുഖ്യമന്ത്രിയും RSS നേതാക്കളും തമ്മിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത് ചിത്രീകരിക്കുന്നതിലെ പ്രശ്നമാണോ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് എന്നറിയില്ല. ഏതായാലും മാധ്യമപ്രവർത്തകർ ഞങ്ങൾ വിളിച്ചിടത്ത് വന്നാൽ മതിയെന്ന് പറയുന്നതിൽ അധികാരത്തിന്റെ ഗർവുണ്ട്. മാധ്യമപ്രവർത്തകരോടും വിമർശനം ഉന്നയിക്കുന്നവരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടും ഭരിക്കുന്നവർക്ക് അപ്രിയം തോന്നുന്നത് സ്വാഭാവികമാണ്. ഭരണാധികാരിയെ പ്രീതിപ്പെടുത്തുകയും വാഴ്ത്തുപാട്ടുകൾ പാടുകയും ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനം. വിളിച്ചിടത്ത് മാത്രം പോവുകയും വിരുന്നുണ്ട് കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കടത്തപ്പെടില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൂടി നാടായ പയ്യാമ്പലത്തെ മണ്ണിൽ സ്വദേശാഭിമാനിക്ക് ചിതയൊരുക്കേണ്ടി വന്നത് ജന്മനാട്ടിൽ ഇടമില്ലാഞ്ഞിട്ടല്ല. കടക്ക് പുറത്ത് എന്നൊരു രാജകൽപ്പന തിരുവിതാംകൂർ ഭരണം പുറപ്പെടുവിച്ചതുകൊണ്ടായിരുന്നു. രാജഭരണത്തിന്റെ മാറാല പിടിച്ച ആ മനോഭാവം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ഒരു ഭരണാധികാരിക്കും ചേരില്ല. ക്ഷണം സ്വീകരിച്ചു പോവുകയും ഒരുപക്ഷെ ഊണ് തരപ്പെട്ടാൽ അതിന്റെ കൂറ് കാണിക്കുകയും ചെയ്യുന്നതിനെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാനാവില്ല. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ജോലിയും മാധ്യമപ്രവർത്തനവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഞങ്ങളുടെ ക്യാമറാമാൻ AV മുകേഷിനെ മാതൃഭൂമി കുടുംബത്തിന് നഷ്ടമാകില്ലായിരുന്നു. കോവിഡ് മഹാമാരിക്കാലത്ത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മാധ്യമപ്രവർത്തകൻ വിപിൻ ചന്ദിനെ ഞങ്ങൾക്ക് നഷ്ടമാകില്ലായിരുന്നു. ലോകത്തെങ്ങും എണ്ണമറ്റ മാധ്യമപ്രവർത്തകർക്ക് ജീവൻ ബലി നൽകേണ്ടി വന്നത് ക്ഷണം സ്വീകരിച്ചുള്ള മാധ്യമപ്രവർത്തനത്തിന് പോയപ്പോഴായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നത് കുറവുകളും പരിമിതികളും ഉണ്ടെങ്കിലും ഇവിടെ കടുത്ത വെല്ലുവിളികളെയും മറികടന്നുള്ള മാധ്യമപ്രവർത്തനം നടക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് വിളിച്ചിടത്തേക്കേ പോകാവൂ എന്ന് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കൽപ്പിക്കുന്നത്. തികഞ്ഞ മാധ്യമ വിരുദ്ധത, രാജ്യത്ത് ഭരണം നയിക്കുന്നവരുടെ മടിയിലിരിക്കുന്നവർ അഥവാ ഗോദി മീഡിയ എന്ന് ഒരു കൂട്ടം മാധ്യമങ്ങൾ പഴി കേൾക്കുമ്പോൾ ഞങ്ങൾ ഉറക്കെ പറയും, ഇൻവൈറ്റഡ് ജേർണലിസ്റ്റിന് ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. മാധ്യമങ്ങളാൽ ആക്രമിക്കപ്പെട്ടതോ മാധ്യമ പരിലാളന കിട്ടാത്തതോ അല്ല ഒരു മുഖ്യമന്ത്രിയുടെ മാധ്യമ സമീപനം നിശ്ചയിക്കേണ്ടത്. അത് ഭരണഘടനയിൽ ഊന്നിയാവണം. ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ബോധ്യത്തിൽ നിന്നാവണം. അറിയാനും അറിയിക്കാനുമുള്ള അവകാശത്തിൽ ഊന്നിയാവണം. മാധ്യമങ്ങൾ ഇനിയും വരും, ക്ഷണിക്കാതെ തന്നെ. പുറത്താക്കിയാലും
പുറത്തടിച്ചാലും.